പ്രളയ ഫണ്ട് തട്ടിപ്പിൽ സതീശന്റെ ഒരു ഗംഭീര ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു. ഇന്നലെ ഈ വിജിലൻസ് റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശനെതിരെ, പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സതീശനെതിരെ CBI അന്വേഷണം വേണമെന്നുള്ള തരത്തിലുള്ള ഒരു നിയമോപദേശം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വിജിലൻസിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുമ്പോൾ സതീശൻ ഇന്നലെ സിനിമ സ്റ്റൈലിലാണ് പുറത്തേക്ക് വന്നത്. നിങ്ങൾ കണ്ടില്ലായിരുന്നു? എന്തായിരുന്നു ആ തഗ് ഡയലോഗ്? ചില സിനിമകളിൽ മോഹൻലാൽ വരുന്നത് പോലെ അദ്ദേഹം ക്യാമറകളുടെ മുന്നിലേക്ക് തമ്പ്രാൻ സ്റ്റൈലിൽ ഇറങ്ങി വന്ന് അടിച്ച പഞ്ച് ഡയലോഗ് ഉണ്ട്. ഇന്നലെ കോൺഗ്രസ്സുകാരെല്ലാം കൂടി കൈകൊട്ടി ആഘോഷിച്ച തമ്പ്രാൻ ഡയലോഗ്, അതൊന്ന് കണ്ടേ. അങ്ങനെ ഒരു വാർത്ത ശരിയാണോ? ഞാൻ കരുതുന്നത് ആ വാർത്ത ശരിയല്ലെന്നാണ്. കാരണം അങ്ങനെ ഒരു കേസെടുക്കാൻ ശുപാർശ ചെയ്യാൻ പറ്റില്ല. ഇനി വേറെ ഏതെങ്കിലും അല്ല, ഇനി വേറെ ഒരു ഫൈൻഡിങ്, നമ്മൾ ആരും അറിയാത്തൊരു ഫൈൻഡിങ്, ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ MV ഗോവിന്ദൻ പറഞ്ഞവരെ CBIക്ക് വിടട്ടെ, CBI അന്വേഷിക്കട്ടെ. ഞാൻ FCRI വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേ, ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നും കൂടി ഒന്ന് പറഞ്ഞേ. പേടിച്ചു പോയി എന്നങ്ങ് പറഞ്ഞേ. ഓ, സതീശ് ചേട്ടൻ സൂപ്പർ, സതീശ് ചേട്ടൻ സൂപ്പർ. ഇതായിരുന്നു ഇന്നലെ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ മുഴുവൻ. എന്നാൽ ഇന്ന് വീണ്ടും ആ ട്രാൻസ്ഫോർമേഷൻ കാണാനുണ്ട്. കാര്യം ഇന്നലെ ആ ഒരൊറ്റ തെളിവ് പുറത്തു വന്നതിന് ശേഷം സതീശൻ പുറത്തു വന്ന് മാധ്യമങ്ങളിലൂടെ തന്റെ കയ്യിരുന്ന സാധനങ്ങൾ കൊടുത്ത് ന്യായീകരിച്ച് കഴിഞ്ഞപ്പോൾ സതീശൻ കരുതി അവിടെ തീരുമെന്ന്. സതീശ, ചില കാര്യങ്ങളിൽ ഈ തോന്നിവാസമൊക്കെ കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലതും അറിയാമെങ്കിലും രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ പല കാര്യങ്ങളും വേണ്ട വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ കൂടെ ഉണ്ട് എന്ന് കരുതി ആൾക്കാർക്കെതിരെ ഇറങ്ങി രാഷ്ട്രീയ മര്യാദ പോലും ഇല്ലാതെ വലിയ ഡയലോഗുകളൊക്കെ വച്ച് കാച്ചിട്ട് ഹീറോ ചമഞ്ഞ് നടക്കുമ്പോൾ അതിനെ ഒരു മര്യാദ പഠിപ്പിക്കാൻ ബാക്കിയുള്ളവർ വിചാരിച്ചാൽ കഴിയുമെന്ന് പിന്നീടുള്ള എപ്പിസോഡുകൾ പുറത്തു വരുമ്പോൾ സതീശന് ബോധ്യപ്പെടുകയാണ്. ആ എപ്പിസോഡുകൾ ബാക്ക് ടു ബാക്ക് പുറത്തു വന്നു തുടങ്ങിയപ്പോൾ സതീശന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പിടിവിട്ടു പോകുന്ന അവസ്ഥയെത്തി. അതായത് സതീശൻ സ്വന്തം അക്കൗണ്ടിൽ പൈസ മേടിച്ചിട്ടില്ല എന്ന ധൈര്യത്തിൽ ഞാനൊരു ഫെമാലെങ്കിലുമല്ല, ഏത് CBI വന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇന്ന് സതീശന്റെ ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കാണണ്ടേ. കരച്ചിലിന്റെ വക്കിലാണ്. നിങ്ങൾ ആ പ്രതികരണം കണ്ടിട്ട് നേരത്തെ ആലോചിക്കുക, പോയി പറഞ്ഞേക്ക് പേടിച്ചു പോയി എന്ന തഗ് ഡയലോഗിനപ്പുറം ഇന്നത്തെ ഈ വാചകം കേട്ടിട്ട് നിങ്ങൾ പറ, ആ വന്നിരിക്കുന്ന തെളിവുകൾ സതീശന്റെ കൊങ്ങയ്ക്ക് ലോക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഈ പ്രതികരണം കണ്ടിട്ട് വിലയിരുത്തണം. താങ്കൾക്കെതിരെ CBI അന്വേഷണം ശുപാർശ ചെയ്യുന്നതായിരുന്നു. പിന്നീട് വന്നത് ആ അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നു. പിന്നെ വീണ്ടും മണപ്പാട്ടിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന പല ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ആദ്യം കുറച്ച് ആളുകളാണ് നമ്മളെ പുറകെ നടന്ന് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ എനിക്ക് ഇനി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനും ഇനി CPM-നും എന്നെ കൊണ്ട് CBI അന്വേഷിപ്പിച്ച് CBIക്കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി CBI എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ചെയ്തോ, ഒരു വിരോധമില്ല. ഞാനതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. മാർച്ച് 1-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കാതിരിക്കുക ഇലക്ഷൻ കമ്മീഷൻ. എന്നാണ് ഈ സാധനം വന്നത്? ഇന്നലെ ജനുവരി 4-ാം തീയതി. എന്നിട്ട് എങ്ങനെയാണത് അവസാനിച്ചത്? നിങ്ങൾ തന്നെ എങ്ങനെയാണത് അവസാനിപ്പിച്ചത്? എല്ലാ മാധ്യമങ്ങളോടും ഞാൻ എല്ലാ മാധ്യമങ്ങളോടും നന്ദി പറയുന്നു. നിങ്ങളതിൻ്റെ വാസ്തവം പുറത്തു കൊണ്ടുവന്നു. ഞാനല്ല, വാസ്തവം പുറത്തു കൊണ്ടുവന്നു നിങ്ങളാണ്. നിങ്ങളെല്ലാവരും ഒരുപോലെ വാസ്തവം പുറത്തു കൊണ്ടു. സന്തോഷമുണ്ട്. അതാണ് ഈ പദ്ധതി. ഞങ്ങൾ ഫെസിലിറ്റേറ്ററാണ് പുനർജനി. ഞങ്ങളുടെ കയ്യിലൊരു അക്കൗണ്ട് പോലും ഇല്ല, ഫണ്ട് ഒരാളിൽ നിന്നും പൈസ മേടിച്ചില്ല. ഈ FCRI അക്കൗണ്ടിലാണ്ട് 20 ലക്ഷത്തോളം രൂപ വന്നു. അവർ അതിനേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. മണപ്പാട് ഫൗണ്ടേഷൻ അവിടെ ഈ അക്കൗണ്ടിൽ വന്നതിനേക്കാൾ കൂടുതൽ പൈസ. സത്യത്തിൽ ഞാൻ മണപ്പാട് ഫൗണ്ടേഷൻ കണക്കാരനാണ്. നിങ്ങളോടൊരു വ്യക്തിയുടെ 2 ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് ചോദിക്കുകയാണ്. ഇന്നലകളിൽ 6-ാം തമ്പുരാൻ സ്റ്റൈലിൽ വന്ന് പേടിച്ചു പോയി എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് പറയുന്ന വാചകം, ഇനി CBIയെ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടോക്കി അതായിക്കോട്ടെ എന്ന് പറയുന്നിടത്തും ധൈര്യമുണ്ടെങ്കിൽ CBIക്ക് കൊടു എന്നുള്ള വാചകം പറയാതെ വിദേശ ഫണ്ട് എത്തിച്ച ഏജൻസി ആ ഫണ്ട് വാങ്ങിച്ചതിന്റെ തെളിവുകളിൽ കൃത്രിമത്വമുണ്ടെന്ന് പറയുമ്പോൾ സതീശൻ അതിൽ ന്യായീകരിക്കാൻ വേണ്ടി ആ വ്യക്തിയെ പതിയെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ട്രാക്ക് മാറ്റുന്നതും കുറച്ച് സെന്റിമെന്റ്സും സഹതാപവും ഇറക്കി തൻ്റെ അടുത്തേക്ക് ഒരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അവിടെയുണ്ട് സതീശൻ വിറച്ച് തുടങ്ങി എന്നുള്ളത്.
പോയി പറഞ്ഞേരെ പേടിച്ചു പോയി എന്നിടത്ത് നിന്ന് സതീശൻ മുണ്ടിനിടയിൽ മുട്ടിടിച്ച് മുള്ളുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇന്നത്തെ പ്രതികരണത്തിലുണ്ട്. അപ്പോ ഒരു കാര്യം ഉറപ്പിക്കാം, സതീശന് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. ഏതോ ഒരു സുരക്ഷിത കേന്ദ്രത്തിലൂടെ താൻ കാണിച്ച ഉടായ്പകൾ അവിടെ പോയാണ് വിജിലൻസ് നിൽക്കുന്നത്. അവിടെ കയറി പിടിച്ചു കഴിഞ്ഞാൽ താൻ ഒളിപ്പിച്ചിരുന്ന പലതും പുറത്തേക്ക് വരും. വിദേശത്തുനിന്ന് പലയിടങ്ങളിൽ നിന്ന് സതീശന് ഫണ്ട് വന്നിരിക്കുന്നത് എങ്ങനെയെന്ന് ഇനിയിപ്പോ കൃത്യമായിട്ട് കൈയോടെ പിടിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ സതീശന്റെ ട്രാക്ക് മാറിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പ്രളയകാലത്ത് 20 കോടിയോളം രൂപ പിരിച്ചെടുത്ത് എന്ത് ചെയ്തു, ആർക്ക് കൊടുത്തു, കണക്ക് വേണ്ടേ, അറിയണ്ടേ? മനുഷ്യരുടെ ദുരിതാവസ്ഥയിൽ പിരിവെടുത്തതിന് ശേഷം ആ പണം അർഹതപ്പെട്ടവർക്ക് വിനിയോഗിച്ചോ? അതോ നിങ്ങൾ കണ്ടതുപോലെ 12 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് വെച്ച് കൊടുക്കുമെന്ന പ്രഖ്യാപനം നടത്തി കല്ലിട്ട് പോയതുപോലെ എത്ര ഇടങ്ങളിൽ മുങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയണ്ടേ? വയനാട് ഫണ്ട് മാത്രമല്ല, പ്രളയ ഫണ്ട് വരെ തട്ടിച്ചവരാണ് മാന്യൻ ചമഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ഇവരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ നന്മ മരങ്ങൾ ചമഞ്ഞ് നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം 2 ദിവസത്തെ തെളിവുകൾ പുറത്തേക്ക് വന്നപ്പോൾ സതീശന്റെ ശരീരഭാഷ തന്നെ തെളിയിക്കുന്നുണ്ട്.